ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ പങ്കജാണെങ്കിൽ നമ്മുടെ ദീപുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കുകയാണ്. അപ്പോൾ പൂജയുടെ ബാഗിലായിരിക്കും ആ ഒരു ഡയറി എന്നും എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി തന്നെ ഏൽപ്പിക്കണമെന്നുള്ള ആ ഒരു അന്ത്യശാസനമൊക്കെ നൽകുകയാണ്. അപ്പോൾ പങ്കജ് ഇങ്ങനെയൊക്കെ പറയുമ്പം ദീപു ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ ഉദ്ദേശം? കുറച്ച് കാശ് തന്നു എന്ന് വിചാരിച്ച് നീ പറയുന്ന എന്ത് ജോലിയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കുകയാണോ എന്നെ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ പങ്കജാണെങ്കിലോ ഒരു അഹങ്കാര ഭാവത്തിൽ ചിരിക്കുകയാണ്. അതെ അങ്കിളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്കിള് ചെയ്തേ പറ്റുള്ളൂ. അങ്കിള് ചില്ലറ പുള്ളിയൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ അമ്മയെയും ഇതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയും പറ്റിച്ചും ഒക്കെ ഒരുപാട് കാശ് അങ്കിള് മേടിച്ചെടുത്തതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഭയങ്കരമായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇവൻ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പം പിറ്റേ ദിവസമായി സുമിത്ര ദാ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. സരസ്വതി അമ്മയും ഒക്കെ റെഡിയായി. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അരവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സരസ്വതി അമ്മ, നിങ്ങളിനി ഇങ്ങോട്ട് മടങ്ങി വരണമെന്നൊന്നും എനിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ സുമിത്ര പറയുകയാണ്, അതെ വരണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുക അതുപോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. പിന്നെ ഇനി ചിലപ്പോൾ ഈ വീട്ടിലേക്ക് മടങ്ങി വരാനും ഇവിടെ സ്ഥിരതാമസമൊക്കെ ആക്കാനും ഒക്കെയുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അരവിന്ദ പോയിട്ട് വരാമെന്ന് തന്നെയാണ് പറയുന്നത്. പോയിട്ട് മടങ്ങി വന്നിരിക്കും എന്ന് തന്നെ രഞ്ജിതയും കൂടി നിർത്തിക്കൊണ്ട് നമ്മുടെ സുമിത്ര അങ്ങനെ പറയുമ്പോൾ രഞ്ജിതയാണെങ്കിലും ഇവളുടെ കയ്യിൽ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൾ ഇത്രയധികം ഞെളിയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരക്ഷരം പോലും പറയാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നല്ല ഒന്നാമതൊരു അടിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പം രഞ്ജിതയ്ക്ക് സുമിത്രയുടെ നേരെ പോയി സംസാരിക്കാനൊക്കെ ചെറിയൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെതാ സുമിത്രയുടെ ആ ഒരു വാടക വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സുമിത്രയെ തേടി നമ്മുടെ ശീതൾ എത്തുന്നതാണ്. ശീതൾ വന്ന പാടെ തന്നെ, അമ്മ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഞാൻ സച്ചിൻ അറിയാതെയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സുമിത്രയെ അങ്ങ് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, അമ്മ അന്ന് ആ ഒരു ഗുളിക ടെസ്റ്റ് ചെയ്തല്ലോ, ആ ഗുളികയുടെ സത്യാവസ്ഥയെല്ലാം താൻ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതാണ് ശരിയെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി അമ്മേ. ഇനി എന്തായാലും ഞാൻ ആ ഒരു ഗുളിക കഴിക്കില്ല. എത്രയൊക്കെ വന്നാലും എനിക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള വാശിയിലാണ്. അപ്പൊ സച്ചിൻ തന്നെ ചതിച്ചതിനൊക്കെയുള്ള ഒരു ദേഷ്യമൊക്കെ നമ്മുടെ ശീതളിന്റെ മുഖത്തുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സരസ്വതി അമ്മ ഇരിക്കുമ്പോഴത്തേക്കിനും നീ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. ലാസ്റ്റ് പെങ്കൊച്ച് സച്ചിനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ വരരുത് സുമിത്ര എന്നും പറഞ്ഞ് സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അമ്മേ, പെൺപിള്ളേരെ നമ്മൾ കെട്ടിച്ചയച്ചു, പക്ഷെ അവർക്ക് ആ വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ നമ്മൾ കൈയൊഴിയല്ല ചെയ്യേണ്ടത്. അവർക്ക് വരാനായിട്ട് നമ്മളുണ്ട്. ഇത്രയും കാലം നമ്മുടെ സംരക്ഷണയിലല്ലേ നമ്മുടെ മക്കൾ വളർന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ തള്ളിക്കളയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ സുമിത്ര ഇതെല്ലാം പറഞ്ഞു. നമ്മുടെ ശീതളാണെങ്കിൽ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥന്റെ കൂട്ടുകാരനെ കാണിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലും സിദ്ധുവിനെ വിളിച്ചിട്ട്, താങ്കളുടെ മകള് ശീതള് ഇവിടെ ഉള്ളൊരു വീട്ടില്, ഞാൻ ലൊക്കേഷൻ അയച്ചോളാം, ഇവിടെ ഉള്ളൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധു ഇങ്ങോട്ട് എത്തിയാല് ശീതളിനെ കയ്യോടുകൂടി കാണാൻ പറ്റുമെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ കൂട്ടുകാരൻ ഇതെല്ലാം പറയുമ്പോഴത്തേക്കിനും സിദ്ധുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനിയിപ്പോ തന്റെ മകള് തന്റെ കൺമുന്നിലേക്ക് എത്താൻ പോകുന്നു. എന്നാൽ താൻ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ആ വീട് അതിന്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരാൻ പറയുകയാണ്. സിദ്ധു അവിടെ എത്താനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ശീതളിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പൊ ശീതള് ഫോൺ അറ്റൻഡ് ചെയ്തതും സച്ചിനാണ് വിളിച്ചത്. സച്ചിൻ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചിൻ ഇവിടെ നിൽക്കുന്ന കാര്യമൊന്നും ശീതൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ ശീതള് സച്ചിനോട് പറയുന്നുണ്ട്, എന്താ സച്ചിൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അല്ല ശീതളെ, നീ എവിടെ പോയതാണ്? ഞാൻ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. എന്താ കാര്യമെന്ന് ചോദിക്കുക. നീ മാർക്കറ്റിൽ പോയതാണല്ലേ, അല്ലാതെ നീ വേറെ എങ്ങും പോയതല്ലല്ലോ എന്ന് ചോദിക്കുമ്പം, ഇല്ല സച്ചിൻ, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് എന്നും പറഞ്ഞ് നമ്മുടെ ശീതളാണെങ്കിലോ ഇങ്ങനെ കള്ളത്തരം പറയുമ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിൽ അവളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ ചാടി വീഴുകയാണ്. അപ്പം സച്ചിനെ കണ്ടതും നമ്മുടെ ശീതള് ശരിക്കും അങ്ങ് ഭയന്നു കേട്ടോ. അവനാണെങ്കിൽ അറിയാമല്ലോ, സൈക്കോ ആയതുകൊണ്ട് തന്നെ ഏതെല്ലാം രീതിയിൽ ഇനി ഇതിന് പ്രതികാരം വീട്ടുമെന്നുള്ള കാര്യമൊന്നും നമ്മുടെ ശീതളിന് വലിയ നിശ്ചയമൊന്നുമില്ല.
ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ശീതളിനെ പിടിച്ച് വലിച്ച് അവൻ ആ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സിദ്ധു ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടെ എത്തുന്നത്. പക്ഷേ ശരിക്കും സുമിത്രയുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് സിദ്ധു എത്തിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് സിദ്ധാർത്ഥിനും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ തങ്ങളിൽ കാണാതെ പോവുകയാണ്. പക്ഷെ തൻ്റെ മകളെ പിടിച്ച് വലിച്ചഴച്ച് സച്ചിൻ കൊണ്ടുപോകുന്ന ആ ഒരു ക്രൂരമായ കാഴ്ച കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സിദ്ധാർത്ഥിന് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ദീപുവിനെ ഏൽപ്പിച്ച ആ ഒരു കാര്യം ദീപു ഭംഗിയായി തന്നെ നിറവേറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം പൂജയുടെ ബാഗിലുള്ള ആ ഒരു ഡയറി അത് തട്ടിയെടുക്കണം, അത് തന്നെയാണ് നമ്മുടെ ദീപുവിൻ്റെയും ഒരു ഉദ്ദേശം. അപ്പം ഇത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എന്തായാലും സുമിത്ര ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി തിരിച്ച് ചെന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോയത് തൻ്റെ മകളെ ആ ഒരു കമ്പനിയിൽ ജോലിക്കാരിയാക്കിയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പകരം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ അത് നമ്മുടെ സുമിത്ര നടത്തുന്നതൊക്കെ ആയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എല്ലാവരും കാണുക, ആരും മിസ് ചെയ്യരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്